ഹായ് ഹലോ വെൽക്കം ടു ദി സ്റ്റിൽ പോയിന്റ്. ഹസ്മിനാണ് സംസാരിക്കുന്നത്. 2022 നമ്മളെല്ലാവരും ഒരുപോലെ നടുക്കുകയും എന്നാൽ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഈ ന്യൂസ് പ്രചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ന്യൂസ് ചാനലുകളിലും അതുപോലെ പത്രങ്ങളിലും എല്ലാം ഇതിന്റെ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് ഒരമ്മ സ്വന്തം കുഞ്ഞിനെ ഇല്ലാതാക്കി എന്ന നിലയിലായിരുന്നു. യെസ്, ദിവ്യ ജോണി എന്ന പെൺകുട്ടിയെ നമ്മളെല്ലാവരും അറിഞ്ഞത് ഈ ഒരു ന്യൂസിലൂടെയാണ്. ഈ ഒരു ന്യൂസ് പ്രചരിച്ചതോടുകൂടി ഒരുപാട് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഈ പെൺകുട്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നീടുള്ള അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന മാനസിക രോഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട് കേരളം ചർച്ച ചെയ്യാൻ കാരണമായതും കുറെ കൂടി ആളുകളിലേക്ക് ഇതെത്താൻ കാരണമായതും ഈ ഒരു പെൺകുട്ടിയുടെ വാർത്തയിലൂടെയാണ്. പിന്നീട് ആ ഒരു ഇൻസിഡന്റിന് ശേഷം ആള് ട്രീറ്റ്മെന്റ് എടുക്കുകയും അതിലൂടെ റിക്കവറായി ഒരുപാട് ഇന്റർവ്യൂസിലൂടെ എല്ലാം ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യുകയുണ്ടായി. എന്നാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആള് നമ്മളെല്ലാം വിട്ടുപോയി. അപ്പോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളതാണ്. ഒരു സ്ത്രീ പ്രഗ്നന്റ് ആവുന്നതോടുകൂടി ശാരീരികവും മാനസികവും വൈകാരികപരമായും ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നുപോയി തന്റെ ഉദരത്തിൽ ഒരു കുട്ടി വളരുന്നുണ്ട് എന്നറിയുന്നതോടെ ആ ഒരു മദർഹുഡ് എന്ന ബ്യൂട്ടിഫുൾ ഫേസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം അമ്മമാരും. അങ്ങനെ എല്ലാവരും ആഗ്രഹിച്ച് കാത്തിരുന്ന് ഒരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ഈ ഒരു അമ്മയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത്. ഫിസിക്കലി തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ത്രീ ഒരു കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു പ്രഗ്നൻസിക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ആയിരിക്കില്ല ഡെലിവറിക്ക് ശേഷം ആൾക്കുണ്ടാവുന്നത്. ഒരു ഫിസിക്കലി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടാവും. ഇപ്പൊ സി സെക്ഷൻ ആണ് ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിച്ച് ഇടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ പെയിനും ഡിസ്കംഫർട്ടും ഉണ്ടാവും. അത് കൂടാതെ ഡെലിവറി സമയത്ത് ഉറക്കമില്ലാത്ത ഒരു അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തളർച്ച, പിന്നെ ഈ ഹോർമോണൽ ഷിഫ്റ്റ് എല്ലാം കാരണം ആളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരുപാട് ചേഞ്ചസ്, അങ്ങനെ ഫിസിക്കലി ഒരുപാട് ചേഞ്ചസും അത് കൂടാതെ സൈക്കോളജിക്കലിയും ആള് ഒരുപാട് ചേഞ്ചസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. കാരണം ഒരു ഡെലിവറിക്ക് ശേഷം ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് ആണ് ആളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പോ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. അതുകൂടാതെ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഒരുപാട് കരയുക. പിന്നെ ആദ്യത്തെ കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടീനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യണം, എങ്ങനെ നോക്കണം എന്നൊന്നും അറിയാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ആൻസൈറ്റി, സ്ട്രെസ്, പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ, എനിക്ക് നല്ല അമ്മയാവാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു ചെറിയ ചെറിയ ചിന്തകള്. അത് കൂടാതെ തന്നെ ഈ ഒരു കുട്ടി കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉറങ്ങുന്നില്ല അല്ലെങ്കിൽ രാത്രിയൊക്കെ കരയുന്ന സമയത്ത് ഈ അമ്മയുടെ ഉറക്കത്തിന് തന്നെ അത് ബാധിക്കും. പിന്നെ ആളുടെ ഭക്ഷണ ശൈലി, വിശപ്പില്ലാത്തൊരവസ്ഥ, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ആണ് ഈ ഒരു ഡെലിവറിക്ക് ശേഷം ഈ ഒരു അമ്മ അനുഭവിക്കേണ്ടി വരുന്നത്. പിന്നെ താനൊരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഭാര്യ മകളൊക്കെ ആയിരുന്ന ഒരാള് പെട്ടെന്ന് തന്നെ ഒരു അമ്മയാവുന്ന സമയത്ത് ഒരുപാട് റോൾ ഷിഫ്റ്റിലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു പ്രഗ്നന്റ് ലേഡി ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് അറ്റൻഷനും കെയറും എല്ലാം കിട്ടിയിരുന്നത് ആ ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ആയിരിക്കും. എന്നാൽ ആ ഒരു പ്രഗ്നൻസിക്ക് ശേഷം എല്ലാവരുടെ അറ്റൻഷനും കെയറും എല്ലാം ഈ ഒരു കുട്ടിയിലേക്ക് പോവുകയും ഈ ഒരു അമ്മേനെ അധികം എല്ലാവരും കൺസിഡർ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരാറുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊതുവെ കുറേ കൂടി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. അതായത് 80% അമ്മമാരിലും കാണുന്നതാണ് ഈ ഒരു ബേബി ബ്ലൂസ്. അതായത് ഒരു കുട്ടി ഉണ്ടായതിനു ശേഷം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കൂടി വന്ന 2 ആഴ്ചയ്ക്കാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതായത് ആളിലുണ്ടാവുന്ന ആ ഒരു ഹോർമോണൽ ചേഞ്ചസും അതുകൂടാതെ പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു റോൾ ഷിഫ്റ്റിലൊക്കെ ഒന്ന് അഡാപ്റ്റ് ആയി എല്ലാ കാര്യങ്ങളും കോപ്പ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സമയമായിരിക്കും ഇത്. ഈ ഒരു ബേബി ബ്ലൂസ് പോലെയല്ല ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ. അതായത് ബേബി ബ്ലൂസിന്റെ ഒക്കെ കുറെ കൂടി എക്സ്ട്രീം ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ബേബി ബ്ലൂസും ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതായത് ബേബി ബ്ലൂസ് എന്ന് പറയുന്നത് കുട്ടി ജനിച്ചതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ, കൂടി വന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ യാതൊരു ട്രീറ്റ്മെന്റും ഇല്ലാതെ അത് മാറിപ്പോവും. പിന്നെ അത് കൂടാതെ അത് അത്ര സിവിയറും ആയിരിക്കില്ല. ചെറിയ രീതിയിലുള്ള ആ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഇമോഷണലി ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസും ഹോർമോണൽ ചേഞ്ചസ് എല്ലാം കാരണം നാച്ചുറലി ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ബേബി ബ്ലൂസ് എന്ന് പറയുന്നത്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ തനിയെ കൂടി വന്ന 2 ആഴ്ചക്കുള്ളിൽ ഇത് പോകും. എന്നാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചതിന് ശേഷമുള്ള 4 ആഴ്ചക്കുള്ളിലായിരിക്കും പൊതുവെ ഇത് ഡെവലപ്പ് ചെയ്ത് വരിക. അത് കൂടാതെ ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ബേബി ബ്ലൂസിനേക്കാളും വളരെ കൂടുതലാണ്. അതായത് ബേബി ബ്ലൂസിൽ പറഞ്ഞായിരുന്നു കുട്ടി ഉണ്ടായതിനു ശേഷം ഈ ഒരു
അമ്മ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ കരയും എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ വരുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾക്കെന്നല്ല, ഈവൻ ചെറിയ കാര്യം പോലും ഉണ്ടാവണമെന്നില്ല, എപ്പോഴും ഈ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതായത് പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണമെന്നില്ല, മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അതുകൂടാതെ എപ്പോഴും ഇങ്ങനെ ലോ മൂഡില്, ആരുടെ അടുത്തും ഒന്നും സംസാരിക്കാതെ, ഒരു കാര്യത്തിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ, ഈവൻ നേരത്തെ ഇൻട്രസ്റ്റോട് കൂടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണെങ്കിൽ കൂടി അതിലൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിൽ എപ്പോഴും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതുകൂടാതെ ആ ഒരു വളരെ ആഗ്രഹിച്ച് കിട്ടിയ ആ ഒരു കുട്ടിയെ ഒന്ന് മുഖത്ത് നോക്കി ചിരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ സങ്കടപ്പെട്ടിട്ടായിരിക്കും അവർ കാണുന്നുണ്ടാവുക. അത് കൂടാതെ തന്നെ അവര് റെസ്റ്റ് എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോഴും തളർച്ച, ഒരു എനർജി ഇല്ലാത്ത രീതിയിൽ കാണപ്പെടും. പിന്നെ സ്ലീപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചിലവർക്ക് ഭയങ്കര ഉറക്കമായിരിക്കും. ഇപ്പൊ കുട്ടി കരയുന്നുണ്ട്, കുട്ടീനെ ടേക്ക് കെയർ ചെയ്യേണ്ട സമയമാണെങ്കിൽ കൂടി ആ ഒരു ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് നേരം ഉറങ്ങിക്കൊണ്ടിരിക്കുക. എന്നാൽ ചിലർക്ക് ഒട്ടും ഉറക്കമില്ലാത്ത അവസ്ഥയൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക. ഇനിയിപ്പോ വിശപ്പിന്റെ കാര്യം നോക്കുന്ന സമയത്ത് ചിലര് വിശപ്പില്ലെങ്കിൽ കൂടി ഒരുപാട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ചിലർക്ക് ഒട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയായിരിക്കാം. ഇതിന്റെയൊക്കെ കൂടെ ഇവർ ഈ ഒരു അമ്മയാണ്, ഈ ഒരു കുട്ടീനെ നോക്കണം എന്നൊക്കെ ഉള്ള ചിന്തയിൽ ഇവർ ഒരുപാട് അനാവശ്യ ചിന്തകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് എനിക്ക് കുട്ടീനെ നോക്കാൻ പറ്റില്ല, ഞാൻ ഒരു നല്ല അമ്മയല്ല, എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നില്ല, എന്റെ കുട്ടി ഹെൽത്തി ആണോ, എന്റെ കുട്ടി സേഫ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ കുട്ടിയുടെ ഹെൽത്തിനെ കുറിച്ച് ഓർത്തിട്ട് എപ്പോഴും ടെൻഷൻ അടിക്കുക, എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. കുട്ടിക്ക് ഇപ്പൊ രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആള് ശ്വാസം വലിക്കുന്നുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് പോയി നോക്കുക. അതുകൂടാതെ ഈ അനാവശ്യമായ ഒരു ചിന്തകൾ കാരണം ഞാൻ കുട്ടീനെ എന്തെങ്കിലും ചെയ്യോ, ഞാൻ കുട്ടീനെ ഉപദ്രവിക്കോ എന്നൊക്കെ ഉള്ള സ്വയമേ തോന്നിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കുട്ടീനെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കൂടി ആ ഒരു കുട്ടീനെ കാണുമ്പോൾ കുട്ടീനെ ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് വാത്സല്യത്തോടെ നോക്കാനോ ഒന്നും ഈ അമ്മക്ക് സാധിക്കുന്നുണ്ടാവില്ല. പിന്നെ അത് കൂടാതെ തന്റെ ഈ ഒരു ആൻസൈറ്റി കൂടുന്ന സമയത്ത് ഈ ഒരു ആൻസൈറ്റി കുറയ്ക്കാനായിട്ട് എപ്പോഴും കൊച്ചിനെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അതായത് കൊച്ചിന് ശ്വാസം വലിക്കുന്നുണ്ടോ, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വരുമ്പോ പൊതുവേ നമുക്ക് വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലാകും എന്തോ ഒരു സംതിങ് റോങ് ഈ ഒരു കുട്ടിക്ക്, ഈ ഒരു അമ്മയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. എന്നാൽ നമ്മൾ സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഫാമിലിയിലെ ആള് അല്ലെങ്കിൽ ഫ്രണ്ട്സിൽ ആരെങ്കിലും അന്ന് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കൂടി ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള വ്യക്തി സംസാരിക്കാൻ കൂട്ടാക്കില്ല. അതായത് അവര് കുറെ കൂടി സോഷ്യലി വിഡ്രോ ചെയ്ത് നിൽക്കാനായിരിക്കും ശ്രമിക്കുക. അതിപ്പോ അവരുടെ പാർട്ട്ണർ ആയാലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയാലും ആര് വന്നാലും അവരുടെ അടുത്ത് സംസാരിക്കാനോ ഇന്ററാക്ട് ചെയ്യാനോ ഒന്നും ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനുള്ള ആള് തയ്യാറാവില്ല. ഇനി ഇതിന്റെയൊക്കെ കുറെ കൂടി സിവിയർ കേസിലേക്ക് പോകുമ്പോൾ ഈ അമ്മ സ്വയം ഹാം ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തുക, അങ്ങനെ ഉള്ള രീതിയിലൊക്കെ ശ്രമിക്കുമ്പോഴാണ് ഇതിന്റെ കുറെ കൂടി എക്സ്ട്രീം വേർഷനിലേക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എത്തുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്നൊക്കെ. നോക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഹോർമോണൽ ചേഞ്ചസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പ്രഗ്നൻസി ടൈമില് പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിന്റെ ലെവല് നോർമലിനേക്കാളും 50 മടങ്ങ് വരെ കൂടുതലായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. എന്നാൽ ഡെലിവറിക്ക് ശേഷം ആ ഒരു പ്രൊജസ്ട്രോണിന്റെയും ഈസ്ട്രജന്റെയും ലെവല് നോർമലിനേക്കാളും വളരെ താഴത്തേക്ക് പോകും. ഇങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു വലിയൊരു ഹോർമോണൽ ഫ്ലക്ച്വേഷൻ കാരണമായിരിക്കാം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ചിലപ്പോൾ എത്തുന്നത്. എന്നാൽ ചിലർ പറയുന്നത് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷന്റെ കാരണം ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ആവാം. പിന്നെ അത് കൂടാതെ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും മൂഡ് ഡിസോർഡർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ത്രീക്ക് തന്നെ മൂഡ് ഡിസോർഡർ ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് എത്താം. ഇതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അതായത് ഒരു സ്ത്രീ പെട്ടെന്ന് തന്നെ ഒരു അമ്മയാവുന്നതോട് കൂടി ഉണ്ടാവുന്ന സൈക്കോളജിക്കലി, ഫിസിക്കലി, ഇമോഷണലി, സോഷ്യലി, അങ്ങനെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ആ ആൾക്ക് ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ചസ് എല്ലാം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്തേക്കാം. എന്നാൽ ഭാഗ്യവശ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് നമുക്ക് ഈ ഒരു സ്ത്രീയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാൽ പൊതുവെ ഒരു സ്ത്രീക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് സ്വയമേ
ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവില്ല. കാരണം ആ ആള് ചിന്തിക്കുന്നുണ്ടാവുക, എനിക്കൊരു നല്ല അമ്മയാവാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവർ എങ്ങനെ എന്നെ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാവുക. അതായത് പൊതുവെ സന്തോഷത്തിലിരിക്കേണ്ട ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരുപാട് ചിന്തകൾ കാരണം പൊതുവെ ഈ അമ്മമാരെല്ലാം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ കുറെ കൂടി ഉൾവലിയാൻ അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് ഇത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എല്ലാ ആളുകളിലേക്ക് എത്തണമെന്നും ഈ ഒരു പ്രഗ്നന്റ് ലേഡി അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരാൾ മാത്രമല്ല ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കേണ്ടത്. പകരം എല്ലാ ആളുകൾക്കും കിട്ടേണ്ട ഒരു നോളജ് ആണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്താണെന്നുള്ളതും ആ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതും, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് എത്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളതും. കാരണം ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ഇപ്പൊ ഒരു ലാസ്റ്റ് പറഞ്ഞ രീതിയിൽ ഒരു സോഷ്യലി ഇമോഷണലി ഒക്കെ ഉണ്ടാവുന്ന കാരണങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പെരുമാറ്റം കൊണ്ട് ഒരു കുറച്ചെങ്കിലും നമുക്ക് അതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാരണം ഇപ്പൊ ഒരു സ്ത്രീ കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ ആളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വരുന്ന ഒരു ചേഞ്ച് കൊണ്ട് ആൾക്ക് ഭയങ്കര ഒരു ഇമോഷണലി ഒരു സങ്കടം വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് എന്നിട്ട് അതൊന്നും കുഴപ്പമില്ല, നമുക്കതൊക്കെ മാറ്റിയെടുക്കാം, അതൊന്നും ബോധറാവണ്ട, നീ ഇപ്പോഴും സുന്ദരി തന്നെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ആ ഒരു അമ്മയ്ക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. അപ്പൊ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നവരിൽ പുരുഷന്മാരുണ്ടാവാം, സ്ത്രീകളുണ്ടാകാം, എന്നാൽ എല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഈ ബേബി ബ്ലൂസ് എന്ന് പറയുന്നതെല്ലാം. അപ്പൊ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണിത്. കാരണം ഇപ്പൊ ഒരു പ്രഗ്നന്റ് ലേഡിയാണ് ഇത് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ ഒരു അമ്മയാവാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ചസ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ബ്യൂട്ടിഫുൾ ഫേസ് നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഒരു ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഒരിക്കലും ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കരുത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, എന്നെക്കുറിച്ച് മോശമായിട്ടുള്ള രീതിയിൽ കാണോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മുടെ കുട്ടിക്കും നമുക്കും വേണ്ടി ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യാനായിട്ട് ഏത് സമയത്തും ആവശ്യമുള്ളപ്പോൾ ശ്രമിക്കണം. അപ്പൊ ഈ ഒരു എപ്പിസോഡ് ഒരിക്കലും അമ്മമാർക്ക് വേണ്ടിയുള്ളത് മാത്രമല്ല, പകരം നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതായത് അവരുടെ ചുറ്റിനും നിൽക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെയാണ് ഒരു അമ്മ കുട്ടിയെ ജനനം നൽകുന്നു അല്ലെങ്കിൽ അതിനുശേഷമുള്ള അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്നുള്ളതൊക്കെ. അപ്പൊ ആദ്യമായിട്ട് അമ്മയായ ഒരു പെൺകുട്ടിയെ കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു കുട്ടിയെ വീർപ്പ് മുട്ടിക്കുന്നതിന് പകരം ആ ആൾക്ക് കേൾക്കാനുള്ള കാര്യങ്ങളെല്ലാം കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കാം. യെസ്, മദർഹുഡ് ഈസ് ബ്യൂട്ടിഫുൾ, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ ഹാർഡ്, മെസ്സി ആൻഡ് അറ്റ് ടൈംസ് പെയിൻഫുള്ളി ലോൺലി. ആൻഡ് ദാറ്റ്സ് ഓക്കെ, ദാറ്റ്സ് പാർട്ട് ഓഫ് ദ ട്രൂത്ത്. ലെറ്റ്സ് സ്റ്റോപ്പ് പ്രിറ്റൻഡിങ് ഇറ്റ് ഹാസ് ടു ബി പെർഫെക്റ്റ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊരു ഇൻഫോർമേറ്റീവ് ആണ്, വേറെ ആർക്കെങ്കിലൂടെ കേട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഇൻഫോർമേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ബൈ.